Hi all, hearty welcome to our spoken English lesson. ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അത് പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വേർഡ് ഏതാണെന്ന് നോക്കാം. ഹൗ ഫാർ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വേർഡ്. കേട്ടിട്ടുണ്ടോ? ഹൗ ഫാർ എന്നത് നമുക്ക് ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ ഡിസ്റ്റൻസ്, അകലം, ദൂരം, ഇതിനെയൊക്കെയാണ് കാണിക്കുന്നത്. ഹൗ ഫാർ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹൗ ഫാർ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലത്തെയോ അല്ലെങ്കിൽ ഡിഗ്രി, എന്തിൻ്റെങ്കിലും അളവ്, എത്രമാത്രം എന്ന് പറയുന്ന കാര്യങ്ങളെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പരിധി എത്ര വരെ വരാം, അതായത് ടു വാട്ട് എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്ന ആ രീതിയിൽ നമുക്ക് ആൻസേഴ്സ് കിട്ടേണ്ട കാര്യങ്ങൾക്കാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത്. ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഫാർ ഡു യു വാക്ക് എവറി മോർണിംഗ്? എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എത്ര ദൂരം നടക്കുന്നു? അടുത്തൊരു ചോദ്യമാണ് ഹൗ ഫാർ ക്യാൻ യു കിക്ക് എ ഫുട്ബോൾ? നിങ്ങൾക്ക് ഒരു ഫുട്ബോൾ എത്ര ദൂരം അടിക്കാൻ സാധിക്കും? ഒരു ഫുട്ബോൾ എത്ര ദൂരം തട്ടാൻ സാധിക്കും? അടുത്തൊരു ചോദ്യമാണ് ഹൗ ഫാർ ഇസ് ഇറ്റ് ഫ്രം എറണാകുളം ടു ട്രിവാൻഡ്രം? അതായത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ എത്ര ദൂരമുണ്ട്? ഇതും ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഹൗ ഫാർ ക്യാൻ യു റൈഡ് എ ബൈക്ക്? നിങ്ങൾക്ക് എത്ര ദൂരം ഒരു ബൈക്ക് ഓടിക്കാൻ സാധിക്കും? അടുത്തത് ഡിഗ്രി അല്ലെങ്കിൽ അളവ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഉപയോഗമാണ് നമ്മൾ കാണുന്നത്. ഹൗ ഫാർ ആർ യു എവേ ഫ്രം യുവർ ഗോൾ? നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് എത്രമാത്രം അകലെയാണ്? ഇവിടെ മനോഭാവം, അതായത് ലക്ഷ്യം നേടുന്ന മനോഭാവത്തിൽ നിന്ന് എത്രമാത്രം അകലെയാണ് എന്നതാണ് ഇവിടുത്തെ സൂചന. ഹൗ ഫാർ ഡു യു തിങ്ക് ദേ ക്യാൻ ബി ട്രസ്റ്റഡ്? അവരെ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇവിടെ അവരുടെ വിശ്വാസ്യതയുടെ അളവ് മനസ്സിലാക്കുന്നതിനാണ് ഹൗ ഫാർ എന്നുള്ള ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ലോങ്. ഹൗ ലോങ് കാണിക്കുന്നത് ഡ്യൂറേഷൻ, അതായത് സമയപരിധി, എത്രമാത്രം സമയമാണ് നമ്മൾ എടുത്തത് എന്ന് ആ സമയത്തിന്റെ ആ അളവിനെ കാണിക്കുന്നതാണ് ഹൗ ലോങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ്. നോക്കാം ഹൗ ലോങ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഹൗ ലോങ് എന്ന ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നാമതായി ഫിസിക്കൽ ലെങ്ത്, എന്തിൻ്റെങ്കിലും നീളം അളക്കുന്നതിന്. അതുകൂടാതെ നമുക്ക് സമയദൈർഘ്യം, ടൈം ഡ്യൂറേഷൻ അളക്കുന്നതിനും നമുക്ക് ഹൗ ലോങ് ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ഫിസിക്കൽ ലെങ്ത് അളക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ലോങ് ഈസ് ദ റോപ്പ്? ഈ കയറിന് എത്ര നീളമുണ്ട്? അടുത്ത ചോദ്യമാണ് ഹൗ ലോങ് ഈസ് ദ മാരത്തോൺ? മാരത്തോൺ എത്ര ദൂരമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് മാരത്തോൺ എത്ര ദൂരമാണ് ഓടേണ്ടത് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി ടൈം ഡ്യൂറേഷൻ അല്ലെങ്കിൽ സമയദൈർഘ്യത്തെ കാണിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹൗ ലോങ് വിൽ ബി ദ ക്ലാസ്? ക്ലാസ് എത്ര നേരം ഉണ്ടാകും? ഹൗ ലോങ് ഡു യു സ്റ്റേ ഹിയർ? നീ എത്ര സമയം ഇവിടെ നിൽക്കും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകും? ഹൗ ലോങ് ഹാസ് ഷീ ബീൻ മാരീഡ്? അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഹൗ ലോങ് ഡിഡ് യു വെയിറ്റ് ഫോർ മീ? നീ എനിക്ക് വേണ്ടി എത്ര നേരം കാത്തിരുന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേർഡാണ് വാട്ട് കൈൻഡ്, അതായത് ഏത് തരത്തിലുള്ളത്. അപ്പൊ തരം എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഏത് തരത്തിലുള്ളതാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ വാട്ട് കൈൻഡ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നത്. വാട്ട് കൈൻഡ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് കൈൻഡ് എന്ന ചോദ്യത്തിന് വാട്ട് ടൈപ്പ്, അതായത് ഏത് തരം എന്നുള്ള അർത്ഥമാണുള്ളത്. ഇതിന് നമുക്ക് കിട്ടുന്ന ആൻസർ മിക്കപ്പോഴും ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള വേർഡായിരിക്കും. അതായത് എന്തിനെങ്കിലും വിശേഷിപ്പിക്കുന്ന ഒരു വാക്കായിരിക്കും നമുക്ക് ഇതിന് ആൻസറായിട്ട് കിട്ടുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് മൂവീസ് ഡു യു വാച്ച്? ഏത് തരത്തിലുള്ള സിനിമകളാണ് നിങ്ങൾ കാണുന്നത്? വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ഡിഡ് ദേ ഈറ്റ്? ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് അവർ കഴിച്ചത്?
വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു വി ലിസൺ ടു? നമ്മൾ ഏത് തരത്തിലുള്ള സംഗീതമാണ് കേൾക്കുന്നത്? വാട്ട് കൈൻഡ് ഓഫ് ഡ്രസ് ഹാവ് യു ബോട്ട്? ഏത് തരത്തിലുള്ള വസ്ത്രമാണ് നീ വാങ്ങിയിട്ടുള്ളത്? വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ആർ യു? നിങ്ങൾ ഏത് തരത്തിലുള്ള മനുഷ്യനാണ്, അതായത് നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഡസ് ഷീ ലീഡ്? അവൾ ഏത് തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് ഹൗ ഓഫൻ, എപ്പോഴൊക്കെ, എത്ര തവണ, ഇങ്ങനെ ഒരു ഫ്രീക്വൻസി, എത്ര പ്രാവശ്യം, എങ്ങനെ എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ ആൻസേഴ്സിന് വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹൗ ഓഫൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയെ കാണിക്കുന്നതാണത്. അപ്പൊ നമുക്ക് ഈ ഹൗ ഓഫൻ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഓഫൻ എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തനത്തെ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ ആവർത്തനം എന്ന് പറയുന്നത് ചിലപ്പോൾ എത്ര തവണ, അതായത് നമ്പർ ഓഫ് ടൈംസ് ആകാം, അല്ലെങ്കിൽ ഒരു കാലയളവ് അഥവാ ടൈം പീരീഡ് ആകാം. ഹൗ ഓഫൻ ഡു യു പ്രേ? നിങ്ങൾ എപ്പോഴെല്ലാമാണ് പ്രാർത്ഥിക്കുന്നത്? ഇതിൻ്റെ ആൻസർ നമുക്ക് വീക്ക്ലി എന്നോ 2 times എന്നോ 3 times എന്നോ ഡെയിലി എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഓഫൺ ഡസ് ഷീ വാച്ച് ടി വി? അവൾ എപ്പോഴെല്ലാമാണ് ടി വി കാണുന്നത്? ഹൗ ഓഫൺ ഡസ് യുവർ ഫ്രണ്ട് വിസിറ്റ് യു? എപ്പോഴെല്ലാമാണ് നിൻ്റെ കൂട്ടുകാരി നിന്നെ സന്ദർശിക്കുന്നത്? ഹൗ ഓഫൺ ഡു യു ഗോ ടു മാർക്കറ്റ്? നിങ്ങൾ എപ്പോഴൊക്കെയാണ് മാർക്കറ്റിൽ പോകുന്നത്? ഹൗ ഓഫൺ ഡു ദേ കം ടുഗെദർ? അവർ എപ്പോഴൊക്കെയാണ് ഒരുമിച്ച് കൂടുന്നത്? ഹൗ ഓഫൺ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഹൗ ഓൾഡ്. ഹൗ ഓൾഡ് അത് നമ്മൾ ഏജിന് റെഫർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരാളുടെ വയസ്സ് അറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ഓൾഡ്. അതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് മനുഷ്യരെ വയസ്സാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിന് കാലപ്പഴക്കവും ആകാം. അപ്പം ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഹൗ ഓൾഡ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹൗ ഓൾഡ്. ഹൗ ഓൾഡ് ഈസ് ദാറ്റ് ഗേൾ? ആ പെൺകുട്ടിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? ഹൗ ഓൾഡ് വാസ് ദ മാൻ ഹൂ ഡൈഡ് ലാസ്റ്റ് വീക്ക്? കഴിഞ്ഞ ആഴ്ച മരിച്ച ആൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു? ഹൗ ഓൾഡ് ഈസ് ദാറ്റ് ബിൽഡിംഗ്? ആ കെട്ടിടത്തിന് എത്ര വർഷം അല്ലെങ്കിൽ എത്രമാത്രം പഴക്കമുണ്ട്? ഹൗ ഓൾഡ് ഈസ് ദ ട്രീ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഹൗസ്? നമ്മുടെ വീടിന് മുമ്പിൽ നിൽക്കുന്ന മരത്തിന് എത്രമാത്രം പഴക്കമുണ്ട് അല്ലെങ്കിൽ എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഹൗ ഓൾഡ് ഈസ് യുവർ കാർ? നിങ്ങളുടെ കാറിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഹൗ ഓൾഡ് ഈസ് ദിസ് ബേബി? ഈ കുഞ്ഞിന് എന്ത് പ്രായമുണ്ട്? അപ്പം നിങ്ങൾ ഈ 5 ക്വസ്റ്റ്യൻ വേർഡുകൾ പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ട്. ഹൗ ഫാർ, ഹൗ ലോങ്, വാട്ട് കൈൻഡ്, ഹൗ ഓഫൺ, ഹൗ ഓൾഡ്. നമുക്ക് നമ്മുടെ വർക്കുകൾ ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.